നമസ്കാരം. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ അനർഹരായവർ കടന്നുകൂടിയ സംഭവത്തിൽ സർക്കാർ കർശന നടപടിയാണ് കൈക്കൊണ്ടത്. അക്കാര്യത്തിൽ ആർക്കും സംശയമില്ല. പദ്ധതിയിൽ അർഹതയില്ലാത്ത ഗുണഭോക്താക്കളെ കണ്ടെത്തി ഒഴിവാക്കാനുള്ള സത്വര നടപടികളാണ് സർക്കാർ സ്വീകരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന പ്രത്യേക യോഗം തീരുമാനിച്ചിരിക്കുകയാണ്. സാമൂഹ്യ പെൻഷൻ പദ്ധതി ഉൾപ്പെട്ടവരുടെ ഡാറ്റ മറ്റ് സർക്കാർ ഡാറ്റകളുമായി ചേർത്ത് വെച്ച് പരിശോധിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. വാഹനം, വലിയ വീട്, വലിയ അളവിൽ ഭൂമി തുടങ്ങിയവ ഉള്ളവരുടെ കണ്ടെത്തി അവരുടെ പട്ടിക തയ്യാറാക്കുകയാണ് സർക്കാർ ലക്ഷ്യമാക്കുന്നത്. ഇതിനായി മോട്ടോർ വാഹനം, റവന്യൂ, രജിസ്ട്രേഷൻ, സിവിൽ സപ്ലൈസ് തുടങ്ങിയ വകുപ്പുകളുടെ ഡാറ്റ പരിശോധിക്കും. ആഡംബര കാർ ഉടമകളെ കണ്ടെത്തുന്നതിനായി MVDയുടെ ഡാറ്റ സഹായിക്കും. 1,00,000 രൂപയിൽ കൂടുതൽ കുടുംബ വരുമാനമുള്ള ആളുകളെ ഒഴിവാക്കാൻ സിവിൽ സപ്ലൈസിലെ ഡാറ്റ ഗുണകരമാകുമ്പോൾ രജിസ്ട്രേഷൻ, റവന്യൂ വകുപ്പുകളുമായുള്ള ഡാറ്റ ഗുണഭോക്താക്കളുടെ ആസ്തികൾ വെളിപ്പെടുത്താൻ സഹായിക്കും. ഇതിന്റെ അടിസ്ഥാനത്തിൽ പട്ടികയിലുള്ള ആള് അനർഹനാണെന്ന് കണ്ടെത്തിയാൽ ക്ഷേമ പെൻഷൻ വിതരണം നിർത്തലാക്കും. ഇതുവരെ അനധികൃതമായി കൈപ്പറ്റിയ പെൻഷൻ തിരികെ ഈടാക്കുന്നതടക്കമുള്ള നടപടികളും കൈക്കൊള്ളും. ഗസറ്റഡ് ഓഫീസർമാർ, അസിസ്റ്റന്റ് പ്രൊഫസർമാർ, ഹയർ സെക്കൻഡറി അധ്യാപകർ ഉൾപ്പെടെ 1458 സർക്കാർ ജീവനക്കാരെ അനർഹമായി സാമൂഹ്യ ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നതായി ധനം വകുപ്പ് കണ്ടെത്തിയിരുന്നു. തട്ടിപ്പ് കാണിച്ചവർക്കെതിരെ വകുപ്പ് തലത്തിൽ അച്ചടക്ക നടപടിയെടുക്കാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനിച്ചിരുന്നു. കൈപ്പറ്റിയ തുക പലിശ സഹിതം തിരിച്ചടപ്പിക്കും. അക്കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അനർഹർ കയറിക്കൂടാൻ സാഹചര്യം ഒരുക്കിയ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി ഉണ്ടാകും. തദ്ദേശ സ്വയംഭരണ സ്ഥാപന അടിസ്ഥാനത്തിൽ ക്ഷേമ പെൻഷൻകാരുടെ അർഹത വിലയിരുത്താൻ ധനം വകുപ്പ് പരിശോധന തുടരുവാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത്തരത്തിൽ നടത്തിയ പരിശോധനയിൽ കോട്ടയ്ക്കൽ നഗരസഭയിൽ 38 അനർഹനായ ഗുണഭോക്താക്കളെ കണ്ടെത്തി. സാമൂഹ്യ സുരക്ഷാ പെൻഷനിലെ തിരിമറി നടത്തിയ സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെയും വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചു ധനം വകുപ്പ്. പെൻഷന് അർഹത സംബന്ധിച്ച അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥർ, വരുമാന സർട്ടിഫിക്കറ്റ് അനുവദിച്ച റവന്യൂ ഉദ്യോഗസ്ഥർ, പെൻഷൻ അനുവദിച്ചു നൽകിയ ഉദ്യോഗസ്ഥർ എന്നിവർക്കെതിരെയാണ് വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അന്വേഷണവുമായി ബന്ധപ്പെട്ട് തുടർ നടപടികളും അടിയന്തരമായി റിപ്പോർട്ട് ചെയ്യുവാനും ധനം വകുപ്പ് വിജിലൻസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള അന്വേഷണ പുരോഗതി ഓരോ മാസം വിലയിരുത്തണമെന്നും ധനമന്ത്രി KN ബാലഗോപാൽ നിർദ്ദേശിച്ചിട്ടുണ്ട്.